Module 5 Current Trends in Logistics. Supply Chain Integration. Supply chain integration is a close alignment and coordination within a supply chain, often with the use of shared management information system. A supply chain is a collection of suppliers required to create one specific product for a company. The goal of integration is to improve response time, production time, and reduces cost and waste. ഇവിടെ സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ചെയിനിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സിനെ സപ്ലൈ ചെയിനിൽ വരുന്ന എല്ലാ പ്രോസസ്സുകളെയും മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ യൂസോടുകൂടി, അതായത് തമ്മിൽ അവർ ലിങ്ക്ഡ് ആയിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ പ്രോസസ്സ് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാ പ്രോസസ്സിങ് യൂണിറ്റിൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ പാർട്ട്നേഴ്സും തമ്മിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുക, ദെൻ റെസ്പോൺസ് ടൈം ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇസ് എൻ ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ സപ്ലയേഴ്സ് വരുന്നുണ്ട്, ദെൻ കളക്ഷൻ ഓഫ് സപ്ലയേഴ്സ് ഓഫ് എ സ്പെസിഫൈഡ് കമ്പനി, പിന്നെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ദെൻ മാനുഫാക്ചറേഴ്സ് വരുന്നുണ്ട്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഫുൾ സപ്ലൈ ചെയിനെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. An integrated supply chain can be defined as an association of customers and suppliers who, using management techniques, work together to optimize their collective performance in creation, distribution, support of the end product. It is an association between customers and suppliers. Okay, കസ്റ്റമേഴ്സും സപ്ലയേഴ്സും തമ്മിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. അവർ രണ്ടുപേരും മാനേജ്മെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള രീതിയിലുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അവർ ആ പ്രൊഡക്റ്റിൻ്റെ ക്രിയേഷനും ഡിസ്ട്രിബ്യൂഷനും ഫൈനൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടിങ് ആക്ടിവിറ്റീസും എല്ലാം ജോയിൻ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ. ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ ഇൻവോൾവ്സ് എനി മൂവ്സ് റിലേറ്റഡ് ടു ദ സെയിം ലെവൽ ഓഫ് ചെയിൻ ആസ് എ ഓർഗനൈസേഷൻ മേക്കിംഗ് ദം. Integration could include merging with a purchasing firm that supply similar products, such as central processing unit manufacturer by another, in order to get a larger market share in CPU market. This type of relationship could help a firm gain many customers and give them greater control over the price and supply of CPUs. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സെയിം പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അതായത് സെയിം പ്രോഡക്റ്റ് തന്നെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു സി പി യു മാനുഫാക്ചറർ ഒരു CPU മാനുഫാക്ചറിങ് ഫേം കൂടെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ സെയിം പ്രോഡക്റ്റിൻ്റെ തന്നെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യാനും സാധിക്കും. അതിലൂടെ അവർക്ക് അവരുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യിക്കാം, ദെൻ പ്രൈസിൽ കൺട്രോൾ ഉണ്ടാവും, ദെൻ അവർക്ക് സപ്ലൈയും കൂട്ടും. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വരുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ സെയിം പ്രോഡക്റ്റ് തന്നെയായിരിക്കും നമ്മളെ എക്സ്പാൻഷൻ നടത്തുന്നത്. CPU മാനുഫാക്ചറർ ഒരു CPU മാനുഫാക്ചറിങ് ഫേം തന്നെ ഹയർ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച പോലെ, ഓക്കെ, സെയിം ലെവലിൽ. ദെൻ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ റെഫേഴ്സ് ടു എനി മൂവ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദി ചെയിൻ. അപ്പോൾ ആ സപ്ലൈ ചെയിനിലെ ഡിഫറെൻറ്റ് ലെവൽസിൽ നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണ്. It could involve merging or buying out a link ahead or before your organization, or possibly developing new own capabilities for handling the entire supply chain front to back. For example, if a CPU manufacturer mentioned earlier also purchases a smartphone product development firm, they could control some levels of their supply chain, the major parts and product. This type of acquisition could gain a firm greater control over their cost, net them a larger share of profit, and reduces waste and time spent in production. ഇവിടെ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനിൽ പറയുന്നത് നമ്മൾ താഴേക്കൊരു ലൈൻ വരച്ചാൽ അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനിൽ നമ്മൾ സെയിം പ്രോഡക്റ്റ്സ് അല്ല, നമ്മളുടെ സപ്ലൈ ചെയിനിൽ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ കാറ്റഗറിയിൽ തന്നെയുള്ള ഒരു ഫേമിനെ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞു CPU മാനുഫാക്ചറിങ് ഫേം നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യാണ്, ഒരു സ്മാർട്ട് ഫോൺ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫേം കൂടെ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അതെന്താണ്, ഇലക്ട്രോണിക് റിലേറ്റഡ് തന്നെയാണ്, പക്ഷേ
നമ്മൾക്ക് വേറൊരു ഏരിയയിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ലെവൽ ഓഫ് പ്രൊഡക്റ്റിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ ഏരിയയിൽ നമ്മളുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആവും. ദെൻ നമ്മൾക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാം. ദെൻ നമ്മൾക്ക് അതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷനും വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിം ലെവലിൽ തന്നെ സെയിം പ്രോഡക്റ്റിനെ തന്നെ അല്ലെങ്കിൽ സെയിം ലെവലിൽ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്, രണ്ട് ഫോംസ് തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ദെൻ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സെയിം ലെവലല്ല, സെയിം ഏരിയ തന്നെയായിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റേജസ്, നമ്മളുടെ ഡിഫറെൻറ്റ് ലെവൽസിലേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് അതിന് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ. ഫസ്റ്റ് പറയുന്നത് സ്റ്റേ ഓൺ ടോപ്പ് ഓഫ് ഡിമാൻഡ്. With integrated logistics, supply chain and product innovation strategies, companies are better positioned to predict demand and to act accordingly. Today's increasingly global supply chain needs to be able to accommodate shorter product life cycle, emerging markets and fluctuating economies. Integration help the firm to capture higher market share. അപ്പോൾ നമ്മൾക്ക് ഡിമാൻഡുള്ള ടോപ്പ് എത്തിക്കാൻ, അതായത് നമ്മളുടെ പ്രൊഡക്റ്റിനുള്ള ഒരു ഡിമാൻഡ് അത് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഓക്കെ, ഇൻറ്റഗ്രേഷനിലൂടെ നമ്മൾ ഒരു പ്രോഡക്റ്റിലുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഒന്നില്ലെങ്കിൽ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനിലൂടെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസിലേക്ക് നമ്മളുടെ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യാണ്. ദെൻ അല്ലാതെ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷനിലൂടെ നമ്മൾ സെയിം പ്രോഡക്റ്റിന് തന്നെ നമുക്ക് മാർക്കറ്റ് ഏരിയ എക്സ്പാൻഡ് ചെയ്യാനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനും ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ്സ് കാറ്റർ ചെയ്ത് കൊടുക്കാനും അവർക്കനുസരിച്ചുള്ള നീഡ്സിനനുസരിച്ച് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. One of the most important benefit of integrated supply chain is increased flexibility. Integrating all the businesses functions, flexibility can be achieved. When integration is take place, length of supply chain is increased. This help a firm to achieve flexibility in their operations. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലാതെ ഒരു പ്രോഡക്റ്റിൻ്റെ ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുന്ന സമയത്ത് നമ്മൾ വേറൊരു മാർക്കറ്റ് കൂടെ അല്ലെങ്കിൽ വേറൊരു ഫേം കൂടെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റിലെ ആ ടൈമിലെ ഡിമാൻഡ് കൊണ്ട് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ലെവൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരാം. ഓക്കെ, ചിലപ്പോൾ ഒരു ഏരിയയിൽ നമ്മൾക്ക് ഡിമാൻഡ് കുറവായിരിക്കും, ഒരു ഏരിയയിൽ ചില സമയത്ത് സീസണലായിട്ട് അവിടെ ആയിരിക്കും ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേമിൽ ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് മറ്റേ ഫേമിലെ പ്രോഫിറ്റ് കൊണ്ട് ലോസ് ഇല്ലാതെ പോകാൻ സാധിക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു CPU ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മൊബൈൽ ഇൻഡസ്ട്രി, ഇത് രണ്ടിനെ നമ്മൾ ബൈ ചെയ്ത് കഴിയുമ്പോൾ ഇൻ കേസ് CPU ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡിമാൻഡ് കുറഞ്ഞ് പ്രോഫിറ്റ് കുറഞ്ഞ് വരുന്ന സമയത്താണെങ്കിലും മൊബൈൽ ഫോണിന് ഏകദേശം ഒരു ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വെച്ച് ലെവൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്ലെക്സിബിളായിട്ട് നമ്മൾക്ക് മൂവ് ചെയ്യാനായിട്ട്, കസ്റ്റമേഴ്സിൻ്റെ നീഡിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാനും നമ്മളുടെ പ്രൊഡക്ഷൻ്റെ ഫേമിന് ഫ്ലെക്സിബിളായിട്ട് അവരുടെ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് എലിമിനേറ്റ് വേസ്റ്റ്. മിനിമൈസിങ് ദ സസ്റ്റൈനബിൾ സപ്ലൈ ചെയിൻ help a firm to easily manage and eliminate waste. Through increased sales strategies adopted by the integrated firm can easily eliminate the waste arising from overproduction. അപ്പോൾ പ്രൊഡക്ഷനിൽ നിന്ന് നമ്മൾക്ക് വരുന്ന വേസ്റ്റുകളെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സെയിൽസ് സ്ട്രാറ്റജീസ് നമ്മൾക്ക് രണ്ട് ഫേമിലെയും സെയിൽസ് സ്ട്രാറ്റജീസ് നമ്മൾക്ക് ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് നമ്മൾക്ക് അതിന് ഫേമിൻ്റെ സപ്ലൈ ചെയിന് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റേജ് ഇല്ലാതെ നമ്മൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാനും സാധിക്കും. Then next ആണ് higher profit margin. When a supply chain is well established one, it's easier for companies to maintain and increase their revenue, resulting in higher profit margins. Effectively managing an innovative collaborative supply chain through the use of product and portfolio management software can help business to produce and deliver products at much faster, more successful rate and thus attain higher profit margin. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അവരുടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു പ്രോഡക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം രണ്ട് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ സെയിം പ്രോഡക്റ്റ് തന്നെ രണ്ട് മാർക്കറ്റിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരെണ്ണത്തിലിപ്പോൾ ലോസ് വന്നാലും മറ്റേ സെക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ മറ്റേ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് രണ്ടിലും നമ്മൾക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഹയർ പ്രോഫിറ്റ് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, then next ആണ് building strategic partnership and trust. A relationship with cooperation and trust should be designed for supply chain coordination. The supply chain relationship are based on power or trust.
ഇതിൽ പറയുന്നത് എങ്ങനെയാണ് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്നാണ്. നല്ലൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ, നല്ല കോർഡിനേഷനോട് കൂടി അതുപോലെ തന്നെ കോപ്പറേഷനോട് കൂടി നമ്മളൊരു സപ്ലൈ ചെയിൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലൂടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. കോപ്പറേഷൻ ആൻഡ് ട്രസ്റ്റ് ഇൻ വർക്ക് ഈസ് എസെൻഷ്യൽ ഫോർ സപ്ലൈ ചെയിൻ കോർഡിനേഷൻ ബിക്കോസ് അപ്പോൾ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിലെ കോർഡിനേഷൻ അതിന് വേണ്ടിയിട്ട് കോപ്പറേഷനും ട്രസ്റ്റും അവിടെ വർക്കേഴ്സ് തമ്മിലുള്ളതും അതുപോലെ തന്നെ സപ്ലൈ ചെയിനിലെ എല്ലാ എലമെൻസും തമ്മിലുള്ള കോർഡിനേഷനും ട്രസ്റ്റും ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എലമെൻറ്റ് ഓഫ് ഇൻസെൻറ്റീവ് ആൻഡ് ഗോൾസ്. അവിടെ ഇൻസെൻറ്റീവ്സ് അവരുടെ വർക്കിനനുസരിച്ചുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗോൾസ് അറ്റൈൻ ചെയ്യാനും സാധിക്കണം. ദെൻ നെക്സ്റ്റ്, ആക്ഷൻ ടു അച്ചീവ് കോർഡിനേഷൻ ആർ ഈസിയർ ടു ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഒരു കോർഡിനേഷൻ, നല്ലൊരു കോപ്പറേറ്റീവും ട്രസ്റ്റ്ഫുള്ളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ്, എല്ലാ ടാസ്കുകളും ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സും തമ്മിൽ കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു പുതിയ ആക്ടിവിറ്റീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. Then supply chain productivity improves by reducing duplication or allocation of effort to appropriate stage. Then ഇവിടെ വരുന്നത് സപ്ലൈ ചെയിൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. കാരണം ഇവരെല്ലാം തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലെയും ഓരോരുത്തരുടെയും എഫേർട്ടുകൾ അവർക്ക് വേണ്ടിയിട്ട് ഓരോ സ്റ്റേജിലും അവരവരുടെ ഡ്യൂട്ടീസ് അവരവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഗ്രേറ്റർ ഇൻഫർമേഷൻ ഷെയറിംഗ് റിസൾട്ട്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഇൻഫർമേഷനുകൾ അവർ ഷെയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ കോർഡിനേറ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദർ ആർ സർട്ടൈൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പവർ ബേസ്ഡ് റിലേഷൻഷിപ്പ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? റിസൾട്ട്സ് ഇൻ വൺ സ്റ്റേജ് മാക്സിമൈസിങ് പ്രോഫിറ്റ് ഓഫൺ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ സ്റ്റേജസ്. അതായത് ഇപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ലാസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിന് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ. ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മൾക്ക് ഏൺ ചെയ്യാനും അതിന് മുൻപുള്ള എല്ലാ സ്റ്റേജുകളിലും ഒരു റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തു, ദെൻ അത് പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ അത് മാനുഫാക്ചർ ചെയ്യുന്നു, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ദെൻ അത് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ സെയിൽ എന്നുള്ള സ്റ്റേജ് അല്ലാതെ ബാക്കി എല്ലാ സ്റ്റേജുകളിലും നമ്മൾക്ക് എന്താ വരുന്നത്? എക്സ്പെൻസസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് വരുന്ന എല്ലാ സ്റ്റേജുകളിലെയും എക്സ്പെൻസസിൻ്റെ റിസൾട്ടായിട്ട് ഒരേ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾക്ക് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ അല്ലേ. എല്ലാ സ്റ്റേജുകളിലും നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല, ഒരേ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മൾക്ക് പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ക്യാൻ ഹേർട്ട് എ കമ്പനി വെൻ ബാലൻസ് ഓഫ് പവർ ചേഞ്ചസ്. ദെൻ ഇവിടെ അവരുടെ പവർ കോർഡിനേഷൻ റിലേഷൻഷിപ്പും തമ്മിലുള്ള ആ ഒരു അവരുടെ വർക്കുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസിലൂടെ അവർക്ക് കിട്ടുന്ന ആ പവർ, ഓക്കെ, ആ പവർ ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കോർഡിനേറ്റഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, പക്ഷേ എല്ലാ ലെവലിലും ഒരേപോലെ വർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ റെസ്പോൺസിബിലിറ്റീസ് അതോറിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ആ ഒരു കമ്പനീൻ്റെ ബാലൻസിനെ തന്നെ അഫക്റ്റ് ചെയ്യും. ലെസ് പവർഫുൾ സ്റ്റേജസ് ഹാവ് സോട്ട് വേ ടു റെസിസ്റ്റ്. അപ്പോൾ ഒപ്പോസ് ചെയ്യാനുള്ള, അതായത് ഈ പറഞ്ഞ പോലെ പവർ എല്ലായിടത്തേക്കും ബാലൻസ്, എല്ലാ ആക്ടിവിറ്റീസിലും പവർ ഒരേപോലെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലെസ് പവർഫുള്ളായിട്ടുള്ള സ്റ്റേജസ് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മൾക്ക് ഒരു സ്റ്റേജിൽ ഇപ്പോൾ പവർ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു അതോറിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഫോർമൽ കോൺട്രാക്ട്സ് ഷുഡ് ബി യൂസ്ഡ്. നമ്മൾക്ക് പിന്നെ എന്ത് ചെയ്യാം? സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമൽ കോൺട്രാക്റ്റുകൾ യൂസ് ചെയ്യാം. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്റ്റേജിൽ നിന്നും നമ്മൾക്ക് ഫോർമലായിട്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് പോലെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ആർ ബിൽറ്റ് അപ്പ് ഓവർ ടൈം ആസ് എ റിസൾട്ട് ഓഫ് എ സീരീസ് ഓഫ് ഇൻറ്ററാക്ഷൻസ് ആൻഡ് ദിസ് പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസ് സ്ട്രെങ്തൻ ദ ബിലീഫ് ഇൻ കോപ്പറേഷൻ ഓഫ് അതർ പാർട്ടി. പിന്നെന്താണ്? അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസിലൂടെ, ഒരു പോസിറ്റീവ് ഇൻറ്ററാക്ഷൻസിലൂടെ അവരുടെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാനും നല്ലൊരു രീതിയിലുള്ള കോപ്പറേഷൻ ബിൽഡ് ചെയ്യാനും സാധിക്കും. ദെൻ ദ ഐഡിയൽ ഗോൾ ഇൻ SC കോർഡിനേഷൻ ഇസ് കോ-ഐഡൻറ്റിഫിക്കേഷൻ. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കോ-ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അതായത് എല്ലാവരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനിൽ ഫുള്ള് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ആക്കിയിട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആൻഡ് ട്രസ്റ്റ് ബിൽഡിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ബുൾവിപ്പ് എഫക്റ്റ്. The bullwhip effect is a supply chain phenomenon
describing how small fluctuations in demand at the retail level can cause progressively larger fluctuations in demand at wholesale, distributor, manufacturer, and raw material supplier levels. The effect is named after physics involved in cracking a whip. When a person holding a whip snaps their wrist, the relatively small movement causes the whip's wave pattern to increasingly amplify in the chain reaction. ലാർജ് ഫ്ലക്ച്വേഷൻസ് റീറ്റെയിലേഴ്സിൻ്റെ അല്ലെങ്കിൽ റീറ്റെയിൽ ഡിമാൻഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹോൾസെയിൽ ഡിമാൻഡിലും വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇൻ കേസ് റീറ്റെയിൽ ഡിമാൻഡിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് അവരുടെ സെയിം പ്രോഡക്റ്റ് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു സിംഗിൾ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിംഗിൾ റീറ്റെയിലറുടെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അവർക്ക് ഉണ്ടായേക്കുന്ന ഡിമാൻഡിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം. ഓക്കെ, ഒരു 10 യൂണിറ്റ് ചിലപ്പോൾ ഒരു സീസണിൽ എക്സ്ട്രാ ഡിമാൻഡ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് ഒരു സിംഗിൾ റീറ്റെയിലറുടെ കാര്യമാണ്. പക്ഷേ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കുറേ റീറ്റെയിലേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാ റീറ്റെയിലേഴ്സിൻ്റെയും കൂടെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ എന്താണ്, അതൊരു വലിയ എഫക്റ്റാണ് ആ മാനുഫാക്ചറർക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് അത് കൊടുക്കുന്ന ആൾക്കാരുടെ പ്രോഡക്റ്റിലെ ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ ഒരു ഡിമാൻഡിൽ ചേഞ്ച് റീറ്റെയിൽ ലെവലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ ലെവലിൽ അത് വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ബുൾവിപ്പ് എഫക്റ്റിൽ പറയുന്നത്. അതിലൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ചാട്ടവാറ് ജസ്റ്റ് ഒന്ന് കറക്കി, ചാട്ടവാറെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വളരെയധികം ഭയങ്കര സെൻസിറ്റീവാണ്. അതിൽ റിയാക്ഷൻ വളരെ വലുതായിരിക്കും. നമ്മൾ ചെറിയൊരു അനക്കം അതിൽ സംഭവിച്ചാലും അത് വല്ലാതെ ഒലയുന്ന ടൈപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മൾ നമ്മുടെ കൈയൊന്ന് തിരിച്ചാൽ പോലും അതിൽ വലിയ എഫക്റ്റ്, ചെറുതായിട്ട് നമ്മൾ വീശിയാൽ പോലും അത് അന്ന് അടിക്കുന്ന സമയത്ത് വലിയൊരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ അതുപോലെ തന്നെ വല്ലാതെ അത് ഫോഴ്സിൽ വന്ന് അടിക്കുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഈ പറയുന്ന ഡിമാൻഡിൽ, റീറ്റെയിൽ ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ഹോൾസെയിൽ ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ബുൾവിപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ കോസസ് ഓഫ് ബുൾവിപ്പ് എഫക്റ്റ്. ഇതിന് മെയിനായിട്ട് വരുന്ന കോസസ് 4 എണ്ണമാണ് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അപ്ഡേറ്റിംഗ്. It is the result of the prediction of decision makers in the chain. Decision makers have a mental model of supply chain functionings and the demand patterns they observe. Due to this model, the final product demand that reaches the manufacturer is an exaggerated demand and not the actual product demand, causing multiple changes in all links. ഇവിടെ പറയുന്നത് നമ്മളുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഫോർകാസ്റ്റ്, ഓക്കെ, അതിലുണ്ടാകുന്ന ചേഞ്ചുകളാണ്. ഇപ്പോൾ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര പ്രൊഡക്റ്റ് നമ്മൾക്ക് ഡിമാൻഡ് ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നവർ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് എത്ര ഡിമാൻഡാണ് നമ്മൾക്ക് ഉണ്ടാവുക ഒരു സീസണിൽ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അവരത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ ഫിഗറിനേക്കാളും എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും, നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിൽ ചേഞ്ചസ് വന്നുകൊണ്ട് ഈ പറയുന്ന എഫക്റ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓർഡർ ബാച്ചിങ്. As order cycles of desperate customers tend to overlap randomly, this results in more erratic demand pattern than actual demand as seen by customers, hence causing bullwhip effect. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് സൈക്കിൾ അല്ലെങ്കിൽ ഓർഡർ സൈക്കിൾസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് പാറ്റേൺ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ബുൾവിപ്പ് എഫക്റ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. Then price fluctuations. Distributors often provide discounts and coupons to their customers for the purpose of increasing the demand or increases the price in some cases. Such activities result in price fluctuations, which causes the customer to buy more than required or to wait for a favorable price before reordering or buying. This yields temporary benefits for one player in the supply chain, but creates a bullwhip effect and increases cost upstream. ഇവിടെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്കൗണ്ടും കൂപ്പൺസും ഒക്കെ കൊടുത്തുകൊണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ചില സമയത്ത് ശ്രമിക്കാറുണ്ട്. അതുപോലെ ചില സമയത്ത് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യം ചെയ്താലും ചില സമയങ്ങളിൽ ഇപ്പോൾ പ്രൈസ് കൂട്ടിക്കൊണ്ട് നമ്മളുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിമാൻഡിൽ പ്രോഫിറ്റ് കൂടുമായിരിക്കും, പക്ഷേ ഡിമാൻഡിൽ വളരെ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, പ്രൈസ് പെട്ടെന്ന് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈസ് നമ്മൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് നമ്മൾ ഡിമാൻഡിൽ ഉണ്ടാക്കിയാലും വലിയ എഫക്റ്റ് ആയിരിക്കും പ്രൊഡക്ഷൻ വോളിയത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹോർഡിംഗ് ആൻഡ് റേഷനിങ്.
The retailer or distributor sometimes create an artificial scarcity for the product, anticipating a price hike or the price reduction for the product. As a result, customers tend to pay more or less than the original price of a product. In such cases, bullwhip effect is visible in terms of excess inventory, poor customer service, and others. ഇവിടെ പറയുന്നതും നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ തന്നെ ഒരു ചേഞ്ച് തന്നെയാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ പൂഴ്ത്തി വയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റാണ്, അതിന് ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി, അതായത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആ പ്രോഡക്റ്റ് കിട്ടാത്ത ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ ഒരു പ്രോഡക്റ്റുകൾ പൂഴ്ത്തി വയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യുമായിരിക്കാം. ദാറ്റ് മീൻസ് അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ട് പ്രൈസ് എത്ര കൊടുത്താലും അത് വാങ്ങാനായിട്ട് ഉള്ളൊരു സിറ്റുവേഷനിലേക്ക് കസ്റ്റമേഴ്സിന് അത് എത്തിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന ബുൾവിപ്പ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾക്ക് ഇൻവെൻറ്ററി കൂടുതൽ വേണ്ടി വരാം. അതായത് പെട്ടെന്ന് ഡിമാൻഡ് കാറ്റർ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്തേക്ക് നമ്മൾക്ക് കുറേ പ്രോഡക്റ്റ്സ് വേണ്ടി വരുമ്പോൾ ഇൻവെൻറ്ററി നമ്മൾക്ക് കൂടുതലായിട്ട് വാങ്ങി വെക്കേണ്ടി വരാം. ദെൻ കസ്റ്റമർ സർവീസ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ ഇങ്ങനെ പല രീതിയിൽ ഇത് നമ്മുടെ പ്രോഡക്റ്റിനെയും എഫക്റ്റ് ചെയ്യാം. ഓക്കെ, ഒറിജിനൽ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ പ്രൈസ് കസ്റ്റമേഴ്സ് കൊടുക്കേണ്ടിയും വരാം. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പാക്റ്റ് ആണ് അടുത്തത് പറയുന്നത്. ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്താണ്? ടു മച്ച് സ്റ്റോക്ക് ഓൺ ഹാൻഡ് ലീഡിങ് ടു ഇൻക്രീസ്ഡ് ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു പൂഴ്ത്തി വയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സ്റ്റോക്ക് നമ്മളുടെ കയ്യിൽ കീപ്പ് ചെയ്യാണ്, അല്ലേ? ആരും കാണാതെ മറച്ചു വയ്ക്കുകയാണ്. ആ മറച്ചു വയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ വെയർ ഹൗസ് ചെയ്യണം, അല്ലേ? കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്, മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയർ ഹൗസിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി കോസ്റ്റ് വേണം. അതുപോലെ തന്നെ ആ ഇൻവെൻറ്ററി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ്, അങ്ങനെ പല കോസ്റ്റുകളും നമ്മൾ ഇതിൻ്റെ ഇടയിലും മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ദെൻ അൺഫുൾഫിൽഡ് ഓർഡേഴ്സ്. പിന്നെന്താണ്? നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ആയിരിക്കും ഈ പറയുന്ന പോലെ പൂഴ്ത്തി വയ്ക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ആ പ്രോഡക്റ്റ് കിട്ടാതാവുമ്പോൾ ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾ ഈ മാറ്റി വെച്ച പ്രോഡക്റ്റുകൾ ഇറക്കുന്ന സമയത്തും ഫുൾ ഓർഡറുകൾ നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഹൈ ഡിമാൻഡൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കൊണ്ട് മാത്രം ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദെൻ പുവർ കസ്റ്റമർ സർവീസ് പറഞ്ഞത് തന്നെയാണ്. കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ലോസ്റ്റ് റവന്യൂ. ഈ പറയുന്ന പോലെ നമ്മൾക്ക് പൂഴ്ത്തി വെച്ച പ്രോഡക്റ്റുകളുടെയും അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, അങ്ങനെ പല കോസ്റ്റുകളും വരുമ്പോൾ നമ്മളുടെ റവന്യൂ ചിലപ്പോൾ ഇല്ലാതാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ മിസ്ഗൈഡഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഇതിലൂടെ ആവശ്യമില്ലാത്ത ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിലും ചേഞ്ചസ് വരും. ഓക്കെ, അടുത്ത ടൈമിലും കസ്റ്റമേഴ്സ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാരെന്ത് വിചാരിക്കും? ഇത് പൂഴ്ത്തി വയ്ക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ ഹോൾസെയിലേഴ്സ് അനാവശ്യമായിട്ടുള്ള ഫോർകാസ്റ്റ് ഉണ്ടാക്കും. കാരണം എന്താ? ആ ഒരു പർട്ടിക്കുലർ സീസണിലാണ് ചിലപ്പോൾ ഡിമാൻഡ് കൂടുന്നത് എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ വെച്ചുകൊണ്ട് അവർ ആ ടൈം ആകുമ്പോൾ വീണ്ടും ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓവർ സ്റ്റോക്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ ഫുള്ള് അവരുടെ പ്രോഡക്റ്റ്സ് ഫുള്ള് വേസ്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ദെൻ മിസ്ഡ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ്. നമ്മുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂളുകൾ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇതിലൂടെ. ദെൻ കോസ്റ്റ് ഓഫ് ഒബ്സൊലസൻസ്. നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ സ്റ്റോക്കിംഗ് ചെയ്യുന്ന സമയത്ത്, പൂഴ്ത്തി വയ്ക്കുന്ന സമയത്തൊക്കെ ആ സ്റ്റോക്കുകൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലൂടെ ഈ കോസ്റ്റിൻ്റെ കൂടെ ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന രീതിയിൽ നമ്മളത് മീറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ദെൻ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ ഓൾറെഡി ഉള്ള റിസോഴ്സസിന് അണ്ടർ യൂട്ടിലൈസേഷൻ, അതായത് യൂസ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഇത് മാറും. ദെൻ എക്സ്ട്രാ കോസ്റ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെന്താണ്? ഈ പ്രോഡക്റ്റുകൾ പെട്ടെന്ന് നമ്മൾക്ക് എത്തിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റോക്ക് ആയിരിക്കില്ല നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഒരേ സ്ഥലത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ പല ട്രക്കുകളിലൂടെ ഇപ്പോൾ ഒരു ട്രക്കിൽ ഒരു സീസണൽ ചേഞ്ചസ് വരാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഓരോ ട്രക്കുകൾ ഓരോ ടൈമിൽ സെൻഡ് ചെയ്താൽ പോലും ഡിമാൻഡിനെ നമ്മൾക്ക് ഒരു ലെവലിൽ അങ്ങനെ നിർത്താൻ സാധിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഡിമാൻഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു ട്രക്കല്ല, ചിലപ്പോൾ ഒരു 5-6 ട്രക്കുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട, ഇതിന് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് റൺ ചെയ്യിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ദെൻ ഇൻക്രീസസ് ലേബർ ചാർജ്. ഇതുപോലെ തന്നെയാണ് ലേബർ ചാർജ് ഇൻക്രീസ് ചെയ്യും. എഫക്റ്റ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ സപ്ലൈ ചെയിൻ. ഫുൾ സപ്ലൈ ചെയിൻ്റെ പ്രോഫിറ്റബിലിറ്റീനെ ഇത് ബാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് IT ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജി സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ എങ്ങനെയാണെന്നുള്ളതാണ്.
The exponential growth of information technology with communication technology in supply chain management is playing critical role in optimizing decisions of supply chain network flow for achieving organizational competitiveness, improving higher service level, lowering inventory, supply chain cost and reducing electronic risk. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജിയും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വളരെ ബെനിഫിറ്റാണ് ഈ പറയുന്ന IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷണൽ കോമ്പറ്റേറ്റീവ്നെസ് അറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസസ് കറക്റ്റായിട്ട് കൊടുക്കാനും അവരുടെ ക്വറീസൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ദെൻ ലോവറിങ് ഇൻവെൻറ്ററി, നമ്മൾക്ക് ഇൻവെൻറ്ററി കോസ്റ്റുകൾ കുറവ് മതി, അതായത് പേപ്പർ വർക്കുകളൊന്നും വരില്ല. ദെൻ സപ്ലൈ ചെയിൻ കോസ്റ്റ് കുറവായിരിക്കും. നമ്മൾക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ നമുക്ക് ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് എത്തിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ലേബർ എക്സ്പെൻസസ് കുറവായിരിക്കും. ആൻഡ് റെഡ്യൂസിങ് ഇലക്ട്രോണിക് റിസ്ക്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി വരുന്ന റിസ്കുകളെയും ഇത് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ അതായത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൽ ഡെലിവറി ചെയ്യുന്ന ആക്ടിവിറ്റീസിലും നമ്മൾക്ക് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഉള്ള ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതും അത് ഡെലിവറി ചെയ്യുന്നതും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ദെൻ റോൾ ഓഫ് IT ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ. The advancement of technology has further led to ready availability of all products with efficient different offers and discounts. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നതോടുകൂടി പ്രോഡക്റ്റുകളെ നല്ല ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മെഷീനറീസും ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിച്ചു. ദെൻ നെക്സ്റ്റ് ആണ് പ്രൊഡക്ടിവിറ്റി. Growth of information technology has improved productivity because of inventions of new tools and software that makes productivity much easier and less time consuming. ഇത് തന്നെ പറയുന്നത് പ്രൊഡക്ഷൻ ടൂൾസും എക്യുപ്മെൻറ്റ്സും സ്ട്രാറ്റജീസും ഒക്കെ അതുപോലെ തന്നെ വെൽ സെറ്റപ്പ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ കൊണ്ടുവന്നതോടുകൂടി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യൂസോടുകൂടി ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും അവിടെയുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ടൈം കൺസംഷൻ കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. Recent years have been seen a huge growth in not only the technologies but the market itself. New strategies are made to allow customers and new ideas are being experimented for improving the product. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ ഐഡിയാസൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, പുതിയ സ്ട്രാറ്റജീസൊക്കെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെ നമ്മളുടെ മാർക്കറ്റ് സ്ട്രാറ്റജീസും ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രാറ്റജീസും ഗ്രോത്ത് ചെയ്തു, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്തു. ദെൻ പ്രൊഡക്ഷനിലും പ്രൊഡക്ടിവിറ്റിയിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിലൂടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും പുതിയ ഐഡിയാസും പുതിയ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും അതിലൂടെ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യാനും മാനുഫാക്ചറിങ് ഫേമുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു.